ഹെമിസ്ഫിയർ. നമ്മൾ ഈ ഒരു ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ എന്താണ്, അല്ലെങ്കിൽ നമ്മളെ രണ്ട് ഹെമിസ്ഫിയറിൽ ഏതാണ് ഡൊമിനൻ്റ് ആയി നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു കാര്യമാണ് അവിടെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് ഡൊമിനൻ്റ് ഹെമിസ്ഫിയറിൽ മേജറായിട്ട് അവിടെ നോക്കാൻ പോകുന്നത്. സോ നമുക്കത് എന്താണെന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം. So the first one is, it is a general conception that a human being has one brain automatically. Our brain consists of two structures, left hemisphere and right cerebral hemisphere. എന്താണ് നമ്മളെ ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് എന്ത്, ഹ്യൂമൻ ബീങ്സിന് ബ്രെയിനിൽ എന്താണോ അനാറ്റമിക്കലി ബ്രെയിൻ എന്ന് പറയുന്നത് രണ്ട് സ്ട്രക്ചേഴ്സാണ് അവിടെ മേജറായിട്ട് വരുന്നത്, ലെഫ്റ്റ് ഹെമിസ്ഫിയറും അതുപോലെ തന്നെ റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയറും. ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഒറ്റൊരു ഭാഗമാണെന്നുള്ളതാണ് അവിടെ ഒരു മേജറായിട്ട് വന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ഹെമിസ്ഫിയേഴ്സ് ഹാവ് കോൺട്രാലാറ്ററൽ ഓപ്പോസിറ്റ് കണക്ഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. എന്താണ്, ഇതൊരു ഓപ്പോസിറ്റ് കണക്ഷനിലാണ് മേജറായിട്ട് ഈ ഒരു ഭാഗം വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹെമിസ്ഫിയർ ഭാഗം വരുന്നത് എന്നാണ് പറയുന്നത്. So the first one is, that is, left hemisphere of cerebral cortex is connected to the right side of the body, while the right hemisphere is connected to the left side of the body. എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് സെറിബ്രൽ കോർട്ടക്സ് നമ്മളെ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി ആയിട്ടും, അതേപോലെ റൈറ്റ് ഹെമിസ്ഫിയർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി ആയിട്ടും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Due to this contralateral connection, our left hemisphere sees only the right side of the world, while the right hemisphere sees only the left side of the world. ഈ ഒരു കോൺട്രാലാറ്ററൽ കണക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പോസിറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വലിയൊരു പ്രയോറിറ്റി വെക്കണം എന്നില്ല. എന്നാൽ കൂടി അവിടെ പറയുകയാണ് എന്ത്, ഈ ഒരു കണക്ഷൻ കൊണ്ട് തന്നെ റൈറ്റ് ഹെമിസ്ഫിയർ നമ്മളെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വേൾഡും റൈറ്റ് ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ വേൾഡും ആണ് കാണുന്നതെന്നുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട്. ബട്ട് വൈ ദിസ് കൊളാട്രൽ കണക്ഷൻ എക്സിസ്റ്റ്, നോ വൺ നോസ്. എന്താണ്, ഈ ഒരു കൊളാട്രൽ കണക്ഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ആവണം എന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയില്ല. ദീസ് ഹെമിസ്ഫിയേഴ്സ് ആർ സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ, ബട്ട് ദേ ഡു എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ ത്രൂ നമ്പർ ഓഫ് ചാനൽസ്. എന്താണ്, ഈ ഒരു ഹെമിസ്ഫിയേഴ്സ് രണ്ട് ഭാഗത്തുനിന്നും സെപ്പറേറ്റ് ആണെങ്കിൽ കൂടി എന്ത് ചെയ്യും, അവരവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്പർ ഓഫ് ചാനൽസ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദീസ് ചാനൽ ഈസ് നോൺ ആസ് കോർപ്പസ് കാൾസം. ഇതിങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ടു ലെഫ്റ്റ് ആ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തിനെ അങ്ങനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ചാനലിനെ പറയുന്നതാണ് കോർപ്പസ് കാൾസം എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് ആക്സോൺസ് ദാറ്റ് കണക്ട്സ് ലെഫ്റ്റ് ആൻഡ് എ സെറ്റ് ഓഫ് എന്താണ്, ദാറ്റ് ഈസ് എ സെറ്റ് ഓഫ് axons that connect left and right hemispheres. ആ ഒരു സെറ്റ് ഓഫ് ആക്സോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും റൈറ്റ് ഹെമിസ്ഫിയറിനെയും കണക്ട് ചെയ്യുന്നു എന്നാണ്. അതർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഹെമിസ്ഫിയേഴ്സ് ഇൻക്ലൂഡ് ആൻറ്റീരിയർ കമ്മീഷർ, ദ ഹിപ്പോകാമ്പൽ കമ്മീഷർ, ദെൻ മാസ കമ്മീഷർ, പോസ്റ്റീരിയർ കമ്മീഷർ ആൻഡ് ഒപ്റ്റിക് ചിയാസം. ഏതാണ്, അതർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത് ടു ഹെമിസ്ഫിയേഴ്സ് ആണ്, ആൻറ്റീരിയർ കമ്മീഷറും ദെൻ ഹിപ്പോകാമ്പൽ കമ്മീഷറും മാസ കമ്മീഷർ, പോസ്റ്റീരിയർ കമ്മീഷർ, ദെൻ ഒപ്റ്റിക് ചിയാസം പറഞ്ഞിട്ടുള്ള ഇത്രയും ഏരിയാസാണ് എന്ത്, അതർ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആയിട്ട് ഇതിൽ മേജറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദീസ് ഹെമിസ്ഫിയേഴ്സ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ബട്ട് നോട്ട് സിമിലർ ഇൻ ഫങ്ഷൻസ്. എന്താണ്, ഈ ഒരു ഹെമിസ്ഫിയേഴ്സും കാര്യങ്ങളൊക്കെ സ്ട്രക്ചേഴ്സിൽ ഇതിലായിരിക്കും, റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും സ്ട്രക്ചേഴ്സിൽ എന്താണ് മേജറായിട്ട് ഒരുപോലെ ആയിരിക്കും തോന്നുന്നുണ്ടായിരിക്കും, ബട്ട് എന്താണ് ഫങ്ഷൻസിൽ ഒരിക്കലും നേരം പോലെ ആയിരിക്കില്ല തോന്നുന്നുണ്ടായിരിക്കും. അവിടെ നമുക്കൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ കൂടി അവിടെ എന്ത് ചെയ്യുക, നമ്മളെ ലെഫ്റ്റ് ഇൻ അതർ കോഗ്നിറ്റീവ് ഫങ്ഷൻസിലും ലെഫ്റ്റ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഫങ്ഷൻസിലും. പിന്നെന്താണ്, ദിസ് ഡിഫറൻസ് ഇൻ സ്പെഷ്യലൈസേഷൻ, റൈറ്റ് ഹെമിസ്ഫിയർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഓവർ ലെഫ്റ്റ് ഇൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസിലും, എന്താണ് ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ പൊസസ് സുപ്പീരിയോറിറ്റി ഇൻ സർട്ടൺ ഫങ്ഷൻസ് ഓവർ ദ റൈറ്റ് ഹെമിസ്ഫിയർ. രണ്ടും കോറിലേറ്റ് ചെയ്തിട്ട് മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ ഇതാക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് അവിടെ പറയുന്നത്, സിമിലർലി ദ റൈറ്റ് ഹെമിസ്ഫിയർ ഈസ് സ്പെഷ്യലൈസ്ഡ് ഓവർ ദ ലെഫ്റ്റ് ഇൻ ദ അതർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. എന്താണ്, റൈറ്റ് ഹെമിസ്ഫിയർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ലെഫ്റ്റിലത്തെ അതർ കോഗ്നിറ്റീവ് ഫങ്ഷൻസിലും,
ഈ ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? ദിസ് ഡിഫറൻസ് ഇൻ ദ സ്പെഷ്യലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് ഓഫ് ഹെമിസ്ഫിയേഴ്സ് ഈസ് നോൺ ആസ് ഹെമിസ്ഫെറിക് സ്പെഷ്യലൈസേഷൻ ഓർ ലാറ്ററലൈസേഷൻ ഓർ ഫങ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇതിനെയാണ് ഹെമിസ്ഫിയർ ഡൊമിനൻസ് എന്ന് നമ്മളെ ഈ ഒരു ടോപ്പിക്കിനായിട്ട് പറയുന്നത്. ഏതാണ് നമ്മൾ ഈ പറഞ്ഞ ദ കൺസെപ്റ്റ് ഓഫ് ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നതിന് ഈ ഒരു ഡിഫറൻസ് ഏതാ? നമ്മൾ ഓരോ ഫങ്ഷൻസിലും ഏതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനാണ് ഈ ഒരു ഹെമിസ്ഫെറിക് സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ലാറ്ററലൈസേഷൻ ഓഫ് ഫങ്ഷൻ എന്നൊക്കെ പറയുന്നു. ഹവർ ദിസ് ഹാസ് നോട്ട് ബീൻ ദ കേസ് ഇൻ ദ പാസ്റ്റ്. ഏതാ? ഇത് പണ്ട് കാലത്ത് ഈ ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ ഒരു ഹെമിസ്ഫിയർ ഡൊമിനൻസ് എന്നല്ല ഇത് വിചാരിച്ചിരുന്നത്. Earlier, it was believed that our left hemisphere has a dominant role over right hemisphere in controlling and executing all important cognitive processes. എന്താണ് നമ്മളൊരു ഏർലിയർ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് വേയിലൊക്കെ ചിന്തിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് കുറച്ചുകൂടി ഡൊമിനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആൾ ഓവർ റൈറ്റ് ഹെമിസ്ഫിയറിൻ്റെ അതുപോലെ കൺട്രോളിങ്ങിലും എക്സിക്യൂട്ടിങ്ങിലും പിന്നെ ഇമ്പോർട്ടൻറ്റ് കോഗ്നിറ്റീവ് പ്രോസസ്സിലൊക്കെ മേജറായിട്ടുള്ള റോള് ചെയ്യുന്നത് എന്നാണ് വിചാരിച്ചിരുന്നത് നമ്മളെ ഏർലിയർ ടൈമിലൊക്കെ അങ്ങനെയാണ് തിങ്ക് ചെയ്തിരുന്നത്. ദിസ് തിങ്കിങ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ തിയറി നോൺ ആസ് സെറിബ്രൽ ഡൊമിനൻസ്. ഈ ഒരു തിങ്കിങ് ആണ് അവിടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സെറിബ്രൽ ഡൊമിനൻസ് അല്ലെങ്കിൽ ഹെമിസ്ഫിയർ ഡൊമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിക്കായിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു കാരണം. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് തിയറി ലെഫ്റ്റ് ഹെമിസ്ഫിയർ വാസ് ഓഫൻ ടേംഡ് ആസ് ദ ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ വൈൽ റൈറ്റ് ഹെമിസ്ഫിയർ വാസ് കോൾഡ് ആസ് ദ മൈനർ ഹെമിസ്ഫിയർ. ഈ ഇതിൻ്റെ ഒരു പർപ്പസിൽ തന്നെ അവിടെ എന്ത് ചെയ്തു, നമ്മുടെ അവിടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ അവിടെ ഒരു ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു തിയറിയുടെ ബേസിസിൽ മാത്രം റൈറ്റ് ഹെമിസ്ഫിയർ അവിടെ എന്തായി, അവിടെ ഒരു മൈനർ ഹെമിസ്ഫിയർ എന്നുള്ളൊരു നെയിമിക്കും മാറി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ അവിടെ ഹെമിസ്ഫിയർ ഡൊമിനൻസ് പറയുന്നുണ്ട്. ഇൻ ഓവർ 90% ഓഫ് പോപ്പുലേഷൻ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഈസ് ഡൊമിനൻറ്റ്. 90% ഓഫ് പോപ്പുലേഷനിൽ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് ഡൊമിനൻ്റ് ആയിട്ടുള്ളത്. ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ കൺട്രോൾസ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ സ്പീച്ച്, റൈറ്റിംഗ്, റീഡിംഗ്, വെർബൽ സ്കിൽസ്, അനലറ്റിക്കൽ സ്കിൽസ്, കമ്പ്യൂട്ടേഷണൽ സ്കിൽസ് ഒക്കെ ഏതാണ്, നമ്മുടെ ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ ആണ് കൺട്രോൾ ചെയ്യുക. ദെൻ നോൺ ഡൊമിനൻ്റ് ഹെമിസ്ഫിയർ കൺട്രോൾസ് നോൺ വെർബൽ ടാസ്ക്സ്, മോട്ടോർ ടാസ്ക്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് മസിൽസ് ആൻഡ് വിഷ്വൽ പാറ്റേൺസ്, പ്രൊവൈഡ്സ് ഇമോഷണൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ തോട്ട് പ്രോസസ്. നമ്മളുടെ റൈറ്റ് ഹെമിസ്ഫിയർ അല്ലെങ്കിൽ നോൺ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഏരിയ എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇതിൻ്റെ ഒരു തിയറി ബേസിസിൽ എന്താണെന്നുള്ളൊരു കാര്യം നോക്കി, രണ്ട് ഹെമിസ്ഫിയർ ആണ് അവിടെ വരുന്നത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. സോ അതിൽ തന്നെ ലെഫ്റ്റ് ഹെമിസ്ഫിയറിനാണ് കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി വെച്ചിട്ട് ഈ ഒരു തിയറിയുടെ ബേസിസിൽ അല്ലെങ്കിൽ ഈ ലാറ്ററൈസേഷൻ സ്പെഷ്യലൈസേഷൻ ഹെമിസ്ഫിയറിക് സ്പെഷ്യലൈസേഷൻ എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പർപ്പസിൽ എന്ത് ചെയ്തു, സെറിബ്രൽ ഡൊമിനൻസ് എന്നാണ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നത്. ആ രീതിയിലേക്ക് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് അവിടെ പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ ഇൻ കമ്മ്യൂണിക്കേഷൻ. സോ ദ ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ ഇൻ കമ്മ്യൂണിക്കേഷൻ, ബ്രെയിനിൻ്റെ മേജറായിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് പറയുന്നത്. ദ ബ്രെയിൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ. ദ ബ്രെയിൻ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ കമ്മ്യൂണിക്കേഷൻ ബൈ processing language, regulating emotions, and facilitating social interaction through complex networks of neurons and neurotransmitters. എന്താണ് ബ്രെയിന് നമ്മളൊരു കമ്മ്യൂണിക്കേഷനിൽ മേജറായിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൊക്കെയാണ് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും അതുപോലെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ ഇൻട്രാക്ഷൻസും കാര്യങ്ങളും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിലും നമ്മളെ ബ്രെയിന് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. ഏതുവഴി, നമ്മളൊരു social interactions through complex networks of neurons and neurotransmitters. കോംപ്ലക്സ് നെറ്റ്വർക്ക്സ് ഓഫ് ന്യൂറോൺസ് കൂടി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടി നോക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബ്രെയിൻ റീജിയൻസ് ഇൻവോൾവ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ ബ്രെയിൻ റീജിയൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് ബ്രെയിൻ റീജിയൻസ് ആണ് കമ്മ്യൂണിക്കേഷനിൽ മേജറായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ, പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, ഇതിൻ്റെയൊക്കെ ഒരു ഫങ്ഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ അവിടെ മെൻഷൻ ചെയ്തു പോയിരുന്നു. സോ ഫസ്റ്റ് വൺ ഈസ് ബ്രോക്കാസ് ഏരിയ ലൊക്കേറ്റഡ് ഇൻ ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ. ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് ബ്രോക്കാസ് ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഏരിയ ഈസ് എസെൻഷ്യൽ ഫോർ ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലുവൻസി. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ ലാംഗ്വേജ് പ്രൊഡക്ഷനിലും ഫ്ലുവൻസിയിലാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടാവുക. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമിങ്
കൊഹറൻ്റ് സ്പീച്ചായിട്ട് റൈറ്റിംഗ്. എന്താണ് നമ്മളുടെ കൊഹറൻ്റ് സ്പീച്ചും അതേപോലെ റൈറ്റിംഗും ഒക്കെ ഫോം ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൾസോ ഇൻ ദ ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡൊമിനൻസും കൂടിയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ തന്നെയാണ് ഈ റീജിയൻ ഈസ് പോസിബിൾ ഫോർ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. നമ്മൾ ഫസ്റ്റ് പഠിച്ച തന്നെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ റോൾ ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. ലാംഗ്വേജ് കോംപ്രഹെൻഷനും ഇറ്റ് അലോസ് ഇൻഡിവിജ്വൽസ് അണ്ടർസ്റ്റാൻഡ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ്. നമ്മൾ ഇൻഡിവിജ്വൽസിന് പറയുന്നതും അതേപോലെ റിട്ടൺ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒരു വിറ്റലായിട്ടുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും വെർണിക്സ് ഏരിയയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബ്രോക്കാസ് ഏരിയയും വെർണിക്സ് ഏരിയയും. ഈ രണ്ടെണ്ണം ഇനിയിപ്പോൾ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ബൈ ചാൻസ് നമ്മളൊന്ന് മറന്നു പോയാൽ കൂടി ഈ ഒരു 2 ഏരിയ എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. Then the next one is prefrontal cortex. This area orchestrates higher order cognitive functions such as analyzing information and making decisions which are crucial for effective communication and social interaction. ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സോഷ്യൽ ഇൻട്രാക്ഷനിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മളവിടെ ഒരു ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുക, പിന്നെ ഡിസിഷൻ മേക്കിങ് ചെയ്യുക, പിന്നെ അത് ഒരു ക്രൂഷ്യൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ഇൻട്രാക്ഷനിലും വലിയൊരു റോള് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ക്ലിയർ ആണോ? ദാറ്റ് ഈസ് ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ ആൻഡ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് വരുന്ന മേജറായിട്ടുള്ള ഏരിയാസ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സെൻസറി ആൻഡ് മോട്ടോർ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവിടെ there are 2 aspects to communication. സെൻസറി ആസ്പെക്ട്സും മോട്ടോർ ആസ്പെക്റ്റും എന്താണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് സെൻസറി ആസ്പെക്റ്റ്, ലാംഗ്വേജ് ഇൻപുട്ട് ഇൻവോൾവിങ് ദ ഇയേഴ്സ് ആൻഡ് ഐസ്. ലാംഗ്വേജ് നമ്മളെ സെൻസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിനെ ഹുക്ക് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി എടുക്കുന്നതിനെ അതിനെയാണ് നമ്മൾ ദ സെൻസറി ആസ്പെക്റ്റ് ലാംഗ്വേജ് ഇൻപുട്ട് എന്ന് പറയുക. ഇയേഴ്സും ഐസും ആണ് അതിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് മോട്ടോർ ആസ്പെക്റ്റ്, ലാംഗ്വേജ് ഔട്ട്പുട്ട് ഇൻവോൾവിങ് വോക്കലൈസേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ. നമ്മൾ മോട്ടോറിലായിട്ട് നമ്മൾ ഗ്യാദർ ചെയ്ത സാധനങ്ങൾ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നതിന് അല്ലെങ്കിൽ അതിനെ കൺവേ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് മോട്ടോർ ആസ്പെക്റ്റ് എന്ന് പറയുന്നുണ്ടാവുക. സോ ഫസ്റ്റ് വൺ നമുക്കവിടെ സെൻസറി ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. സെൻസറി ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. Distraction of portions of the auditory or visual association areas of the cortex can result in inability to understand the spoken word or the written word. നമ്മൾ ഈ ഒരു സെൻസറി പോർഷൻസിലോ അല്ലെങ്കിൽ ഓഡിറ്ററി വിഷ്വൽ അസോസിയേഷൻ ഏരിയാസിൽ കോർട്ടെക്സിലോ ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ഡിസ്ട്രക്ഷൻ ഓഫ് ഈ ഒരു പോർഷൻസ് വരികയാണെങ്കിൽ അവിടെ അവിടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ ബ്രോക്കാസ് ഏരിയയിൽ വന്നാൽ തന്നെ മതി ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെർണിക്സ് ഏരിയയിൽ പ്രശ്നം വന്നാൽ തന്നെ എങ്ങനെ സെൻസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, റിട്ടേൺ വേർഡ്സ് മനസ്സിലാക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ദീസ് എഫക്ട്സ് ആർ കോൾഡ് റെസ്പെക്റ്റീവ്ലി ഓഡിറ്ററി റിസെപ്റ്റീവ് അഫാസിയ. ഈ ഒരു അവസ്ഥ വരികയാണെങ്കിലാണ് നമ്മൾ അതിനെന്ത് പറയുക, ഓഡിറ്ററി റിസെപ്റ്റീവ് അഫാസിയ എന്ന് പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ വിഷ്വൽ റിസെപ്റ്റീവ് അഫാസിയ. മോർ കോമൺലി വേർഡ് ഡിഫ്നെസ് ആൻഡ് വേർഡ് ബ്ലൈൻഡ്നെസ്. ഡിസ്ലെക്ഷ്യ. അപ്പോൾ നമുക്ക് ഡിസ്ലെക്ഷ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് ഡിസോർഡർ ആണ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ്. നമ്മളെ ഡിസ്ലെക്ഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഡിസ്ലെക്ഷ്യ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് അബ്നോർമൽ ഒരു പേപ്പർ തന്നെ ഒരു ടോപ്പിക് തന്നെ പഠിക്കാണ്ട്. ഡിസ്ലെക്ഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതിയ വേർഡ്സ് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഡിസ്ലെക്ഷ്യ പറയുക. അപ്പോൾ ഡിഫ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബധിരൻ അല്ലെങ്കിൽ കാണാത്ത ആൾക്കാർ, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, ഡിഫ്നെസ് ബ്ലൈൻഡ്നെസ് എന്നുള്ള കാണാൻ പറ്റാത്ത ആൾക്കാരും കേൾക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ അതിൽ നെക്സ്റ്റ് വണ്ണായിട്ട് പറയുന്നത് ദ മോട്ടോർ ആസ്പെക്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതെന്താണെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് സ്പീച്ച് ഇൻവോൾവ്സ് 2 പ്രിൻസിപ്പൽ സ്റ്റേജസ് ഓഫ് മെൻറ്റേഷൻ. 2 പ്രിൻസിപ്പൽ സ്റ്റേജസ് ഓഫ് മെൻറ്റേഷൻ ആണ് അവിടെ വരുന്നത്.
ഫോർമേഷൻ ഇൻ ദ മൈൻഡ് ഓഫ് തോട്ട്സ് ടു ബി എക്സ്പ്രസ്ഡ് ആസ് വെൽ ആസ് ചോയ്സ് ഓഫ് വേർഡ്സ് ടു ബി യൂസ്ഡ് ആൻഡ് ദെൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക്കലി ഒരു കാര്യം നമ്മൾ കേട്ട് കഴിയുമ്പോഴാണ് നമ്മളവിടെ സ്പെസിഫിക് ആയിട്ട് അതിനുള്ള റെസ്പോൺസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരിക്കാം, വാട്ട് എവർ അത് ഏത് സിറ്റിങ്ങിലാണെങ്കിലും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ കറക്റ്റ് പറയുന്നൊരു കാര്യം എന്താണ്, നമ്മളൊരു മൈൻഡും തോട്ട്സും കറക്റ്റായിട്ട് ഫോർമേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ അതിനെ ഒരു ഫോർമേഷൻ നടത്തുക. നമ്മൾ എന്ത് പറയണം, നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യണം, എന്ത് റെസ്പോൺസ് കൊടുക്കണം എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ ഫോർമേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. മോട്ടോർ കൺട്രോൾ ഓഫ് വോക്കലൈസേഷൻ ആൻഡ് ദ ആക്ച്വൽ ആക്ട് ഓഫ് വോക്കലൈസേഷൻ ഇറ്റ് സെൽഫ്. എന്താണ് മോട്ടോർ കൺട്രോൾ ഓഫ് വോക്കലൈസേഷനും പിന്നെ ആക്ച്വൽ ആക്ട് ഓഫ് വോക്കലൈസേഷനും ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. രണ്ട് ടൈപ്പ്. Sometimes a person is capable of deciding what he or she wants to say but cannot make the vocal system emit words instead of noises. ഇപ്പോൾ ഏതാ ചിലർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എന്താ അവിടെ ഒരാൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും എന്ത് പറയണം, എന്ത് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ. പക്ഷേ അവിടെ ഒരു നോയ്സസിൻ്റെയും അല്ലെങ്കിൽ ഒരു വോക്കൽ സിസ്റ്റത്തിൻ്റെയും പർപ്പസ് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ കറക്റ്റായിട്ടുള്ളൊരു കാര്യം എഫക്റ്റീവ്ലി പറയാൻ പറ്റുന്നുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ദിസ് എഫക്റ്റ് കാൾഡ് മോട്ടോറോഫാസിയ. നമുക്കവിടെ ഒരു സ്റ്റെക്നെസ് വരിക അല്ലെങ്കിൽ അവിടെ നോയ്സസ് കാരണം നമുക്കവിടെ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുക. ഇത് വരാനുള്ളൊരു കാരണം എന്താ, റിസൾട്ട് ഫ്രം ഡാമേജ് ടു ബ്രോഡ്കാസ്റ്റ് സ്പീച്ച് ഏരിയ. നമുക്ക് ആ ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അവിടെ എന്ത് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് സ്പീച്ച് ഏരിയയിലേക്ക് ഒരു ഡാമേജും കാര്യങ്ങളും വരികയാണെങ്കിലാണ് ഇങ്ങനെയൊക്കെ മേജറായിട്ടുണ്ടായിരിക്കുക. വിച്ച് ലൈസ് ഇൻ ദ പ്രീഫ്രോണ്ടൽ ആൻഡ് പ്രീമോട്ടോർ ഫേഷ്യൽ റീജിയൻ ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ്. എന്താണ് നമ്മളെ പ്രീഫ്രോണ്ടൽ ആൻഡ് പ്രീമോട്ടോർ ഫേഷ്യൽ റീജിയനിലും എന്ത് വരും, ഈ ഒരു സെറിബ്രൽ കോർട്ടെക്സിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്ത് കാര്യമായിട്ടുള്ളൊരു ഈ കുഴപ്പങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കുക. ദ സ്കിൽഡ് മോട്ടോർ പാറ്റേൺസ് ഓഫ് കൺട്രോൾ ദ ലാരിങ്ക്സ്, ലിപ്സ്, മൗത്ത്, റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മളെ മൗത്ത്, ലിപ്സ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മോട്ടോർ പാറ്റേൺസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് അതർ ആക്സസറി മസിൽസ് ഓഫ് സ്പീച്ച് ആർ ആൾ ഇനീഷ്യേറ്റഡ് ഫ്രം ദിസ് ഏരിയ. നമ്മളൊരു മസിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്പീച്ചിന് സോനതന്തു എന്നൊക്കെ പറയും, ആ ഒരു ഏരിയയൊക്കെ കറക്റ്റായിട്ട് വർക്കായാലാണെങ്കിൽ നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പറായിട്ട് ഫോം ആകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയ മേജറായിട്ടുള്ളൊരു റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇതുവരെയാണ് നമുക്ക് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്തായിരുന്നു, നമ്മളെ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ഇൻ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു. ദെൻ ദ കൺസെപ്റ്റ് ഓഫ് ഡോമിനൻ്റ് ഹെമിസ്ഫിയർ, ഡോമിനൻ്റ് ഹെമിസ്ഫിയറും കാര്യങ്ങളും എന്താണെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്ലീപ്പാണ് എടുക്കുന്നത്. സ്ലീപ്പ് നെക്സ്റ്റ് വീഡിയോയിലാണ് പറയുന്നത്. സോ താങ്ക്സ് ഫോർ ചൂസിങ് സെറിബ്രോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് തന്നെ നിങ്ങൾ മുന്നിലേക്ക് പോവുക.